ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ തന്നെ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ. അത് നമുക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് വറ്റൽമുളക്, ഉണക്കത്തേങ്ങ, ഉള്ളി, ഉപ്പ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ തീക്കനൽ ഉണ്ടാക്കുക. തീക്കനലിനകത്തോട്ട് നമുക്ക് തേങ്ങ പൊട്ടിച്ചത്, അത് ഉണക്കത്തേങ്ങയാണ് കേട്ടോ, അത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇട്ടിട്ട് അതിനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാ കഷ്ണം താണ്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 8 വറ്റൽമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതെന്താണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം തീക്കനൽ നല്ലതായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചുട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുഞ്ഞുള്ളിയാണ് തീക്കനലിലേക്കിട്ട് ചുട്ടെടുക്കുന്നത്. എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും. തീക്കനൽ നല്ലതായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ കുഞ്ഞുള്ളി എടുത്തിരിക്കുന്നത് ഒരു 7 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടേ. അപ്പോൾ അത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാം ദാണ്ട് നമ്മൾ ചുട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ദാണ്ടേ ഇതാണ് ഇതിൻ്റെ പരുവം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും ചുട്ട് കിട്ടണം. ഇനി നമുക്കിത് അമ്മിക്കല്ലിൽ വെച്ച് അങ്ങോട്ട് അരയ്ക്കാം. ആദ്യം നമ്മൾ വറ്റൽമുളകും ഉപ്പും കൂടിയാണ് അരച്ചു കൊടുക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ വറ്റൽമുളക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വറ്റൽമുളക് ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചുട്ടതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒന്ന് ചതയ്ക്കുവേ, കല്ലിൽ തന്നെ ഒന്ന് ചതച്ച ശേഷമാണ് അതിനെ കുറേശ്ശെ അരച്ചെടുക്കുന്നത്. ഇത് അരച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ ഇതിന് നല്ല രുചി നമുക്ക് കിട്ടൂല കേട്ടോ. ഇതിന് രുചി കിട്ടണമെങ്കിൽ നമ്മൾ അമ്മിക്കല്ലിൽ തന്നെ അരയ്ക്കണം. അതിനാണ് ഭയങ്കര ടേസ്റ്റും. പക്ഷേ ഇതിപ്പം നമ്മൾ അരച്ചു തുടങ്ങുമ്പോഴേ ഭയങ്കര മണമാണേ. ഈ ചുട്ട തേങ്ങയ്ക്കും വറ്റൽമുളകിനും ഒക്കെ ഒരു പ്രത്യേക മണമുണ്ട്, ഉള്ളിക്കൊക്കെ. അത് നമ്മളിങ്ങനെ അരയ്ക്കുമ്പോൾ അവിടെ അത്രയും ആ മണമാണ്. നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒരു കൂട്ടാനും വേണ്ട, തോരനും വേണ്ട, ഒന്നും വേണ്ട. ഈ ചമ്മന്തി മാത്രം മതി, നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും. കാരണം അത്ര രുചിയാണ് ഈ ചമ്മന്തിക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരല്പം പിഴുപുളി ചേർത്തിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അതങ്ങ് അരഞ്ഞു പോയി. അപ്പോൾ മറക്കരുത്, ഒരല്പം പുളിയും കൂടെ ചേർക്കണം. അപ്പോഴാണ് ഇതിന് രുചി കൂടുന്നത് കേട്ടോ. പിന്നെ എരിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. അപ്പം ഞാനൊരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വലിയ എരിയില്ല, പരുവത്തിനുള്ള എരിയാണ്. അപ്പോൾ എരിയൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 8, 9, 10 എടുക്കാം. അവരോട് ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ വറ്റൽമുളക് പിരിയൻ ടൈപ്പ് മുളക് കിട്ടുവാണെങ്കിൽ അതാകുമ്പോൾ നമുക്ക് 10 മുളക് ചേർത്താലും വലിയ എരിയൊന്നും വരത്തില്ല കേട്ടോ. ഇതിപ്പം നമ്മുടെ ഈ തേങ്ങയ്ക്ക് ആവശ്യമുള്ള അത്രയും എരിയുണ്ട്, പരുവത്തിന് എരിയുണ്ട്. നമുക്ക് ചോറിന് ഇളക്കി കഴിക്കുമ്പോൾ ആ ഒരു പരുവത്തിനുള്ള എരിയാണ് ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ പണ്ടേ ഞങ്ങൾ ഈ തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അരവടി വെള്ളം എടുക്കും. എന്നിട്ട് ചോറ് കഴിക്കുമ്പോൾ ഈ അരവടി വെള്ളം ഒഴിച്ച് ചോറ് കഴിക്കാറുണ്ട് കേട്ടോ. കാരണം അത്ര രുചിയാണ് അതിന്. പണ്ടത്തെ കാലത്തൊക്കെ ഈ മിക്സിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ അമ്മൂമ്മമാരൊക്കെ ഉറപ്പായിട്ടും ഇതുപോലെ അമ്മിക്കല്ലിലായിരിക്കും അരച്ചെടുക്കുന്നത്. പിന്നെ അവരൊക്കെ മിക്ക ദിവസങ്ങളിൽ ഇതുപോലെ തേങ്ങ ചുട്ട് പിന്നെ ഈ പറഞ്ഞ പുഴുക്കുകളൊക്കെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ചമ്മന്തി തയ്യാറാക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇത് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. നല്ല രുചിയാണ് കേട്ടോ. ചമ്മന്തി ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് അമ്മിക്കല്ലെ വെച്ച് തന്നെ അതിനിങ്ങനെ ഉരുട്ടിയെടുക്കാമെങ്കിൽ അതിൽ പറ്റിയിരിക്കുന്ന എല്ലാ ചമ്മന്തിയും നമുക്ക് ഈ ഉരുട്ടിയെടുക്കുന്നതിനകത്ത് ആക്കിയെടുക്കാൻ പറ്റുമേ. കാരണം ഇതിൽ നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കത്തില്ല. വെള്ളമൊന്നും ചേർക്കാതാണ് ഇതിനെ അരച്ചെടുക്കുന്നത്. എന്ന് വെച്ചാൽ ആ തേങ്ങയുടെ ആ ഒരു വെളിച്ചെണ്ണയും പിന്നെ ഈ ഉള്ളിയുടെ ആ ഒരു ചെറിയ വെള്ളമയവും ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അത്ര രുചിയാണ് കേട്ടോ. അതുപോലെ മണവും രുചിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്